അപ്പം എക്സാം ഡേ സ്ട്രാറ്റജികൾ ഉപരി എക്സാമിന് 2 വീക്സ് മുന്നേ അങ്ങനെ എഴുതി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സമയമില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്ത് തുടങ്ങുന്നത് തന്നെയായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിയൊക്കെ നമ്മുടെ PK സാറ് ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കിത് ഭയങ്കര ഷുവറാണ്, നിങ്ങൾ പ്രിലിംസ് പാസ്സായി വന്നാൽ മതി. നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് 3 സ്റ്റേജ് എക്സാം ആണെങ്കിൽ അതിൻ്റെ 3 സ്റ്റേജും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 2 സ്റ്റേജ് നിങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് 3ാമത്തെ സ്റ്റേജ് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എനിക്ക് PSC പഠിച്ചു തുടങ്ങുന്ന ഒരാളടുത്ത് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമേ കട്ട് ഓഫ് അങ്ങ് വിട്ടേക്കുക. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ പ്രിപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ടാസ്ക്കായി പറഞ്ഞത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിൽ 32ാം റാങ്ക് നേടിയ അഭിരാമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ സക്സസ് സ്റ്റോറീസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പലർക്കും ലൈഫിലൊരു ഇൻസ്പിറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണം അവരുടെ ആ ഒരു എയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പലരുടെയും ഒരു വിചാരം, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നൊരു കാര്യമല്ല എക്സാം ക്വാളിഫൈ ചെയ്യുന്നൊക്കെയുള്ള ഡൗട്ട് പലർക്കും ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആദ്യം വേണ്ടത് എന്നെക്കൊണ്ടും ഇത് പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അതിന് ആ ഒരു സെൽഫ് ബിലീവും ഉണ്ട്. ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തവരെയാണ് നമ്മൾ ഈ ഒരു സക്സസ് സ്റ്റോറീസോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഭിരാമിൻ്റെ ഇൻ്റർവ്യൂവും ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും PK ലേണിങ്സിന് ഈ ഒരു 32ാം റാങ്ക് നമ്മുടെ ഒരു ഷോക്കേസ് ചെയ്യാൻ സഹായിച്ച അഭിരാമിന് PK ലേണിങ്സിൻ്റെ ഒരു ചെറിയ സ്നേഹമാണ്. എല്ലാവർക്കും നമസ്കാരം. PK ലേണിങ്സിൻ്റെ ഒരു പുതിയ സക്സസ് സ്റ്റോറി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് 32ാം റാങ്ക് കരസ്ഥമാക്കി PK ലേണിങ്സിൻ്റെ ഒരു സ്റ്റാർ റാങ്ക് ഹോൾഡറായി മാറിയിരിക്കുന്ന അഭിരാം A ആണ്. കൺഗ്രാറ്റുലേഷൻസ് അഭിരാം. സോ അഭിരാമിൻ്റെ വിശേഷങ്ങളായിരിക്കും അഭിരാം ഇന്ന് നമ്മളോട് കൂടെ പങ്കുവയ്ക്കുന്നത്. എന്തായിരുന്നു അഭിരാമിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? 10th +1 +2 ഒക്കെ വീടിനടുത്ത് തന്നെയുള്ള KTCT എന്ന് പറയുന്നൊരു സ്കൂളിലായിരുന്നു. പിന്നെ 2021 BSc കെമിസ്ട്രി മാറിവാനിയസ് കോളേജിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്. പിന്നീട് 2023 PG കംപ്ലീറ്റ് ചെയ്യുന്നത് SN കോളേജ് കൊല്ലം. അതിനുശേഷമാണ് എൻ്റെ PSc ജേർണി സ്റ്റാർട്ടാവുന്നത്. സോ PSc ജേർണി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് MSc കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2023 അവസാനമാണ് PG കഴിയുന്നത്. 2024 ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടി LDക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, LD ആയിരുന്നു ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത്. അത് ടാർഗറ്റ് ചെയ്ത് പഠിച്ചതൊന്നുമല്ല. എൻ്റെ PG കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വരുന്ന PSc എക്സാം ഏതാണെന്ന് നോക്കി, അപ്പോൾ LDC ആയിരുന്നു വന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ചു. സോ അഭിരാമിൻ്റെ ആദ്യത്തെ ഡിഗ്രി പ്രിലിംസ് ഈ എക്സാം ആയിരുന്നോ? അല്ല, അത് 2ാമത്തെ ഡിഗ്രി പ്രിലിംസ് ആണ്. LDക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതേ വർഷം ജൂലൈയിൽ ഒരു ഡിഗ്രി പ്രിലിംസ് ഉണ്ടായിരുന്നു, LSD സെക്രട്ടറിയുടെ ഒക്കെ. അത് പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു? പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു. LSD എഴുതി? LSD മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അത് LD ക്ലർക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഡിഗ്രി പ്രിലിംസിൻ്റെ കാര്യം ഞാൻ അറിയുന്നത്. LSDക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ അവിടുത്തെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരറിവിൽ ഞാൻ പ്രിലിംസ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ പാസ്സാവാൻ പറ്റി. മെയിൻസ് ക്ലിയർ ചെയ്തില്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കട്ട് ഓഫ് ആണ് മെയിൻസിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നത്. അതെ, വലിയൊരു കട്ട് ഓഫ്. അതായത് LSDക്ക് 96 ഉണ്ടായിരുന്നുള്ളൂ, ഇതിന് 141 ആയിരുന്നു. അപ്പോൾ അതിലും 32nd റാങ്ക് കിട്ടാനായിട്ട് വളരെ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്തിട്ടുണ്ട് അഭിരാം. അപ്പോൾ ആ ഒരു ജേർണി, പ്രിലിംസ്, മെയിൻസ്, ആ ഒരു ജേർണി എന്തായിരുന്നു? ആദ്യം എനിക്ക് പറയാനുള്ളത് കട്ട് ഓഫിനെ പറ്റിയിട്ടാണ്. അന്ന് ഒരുപാട് പേര് പറഞ്ഞു 140 വരണമെങ്കിൽ ഈച്ച് പേപ്പർ ഷുഡ് ക്യാരി 70 മാർക്സ്. അപ്പം ഒരു പേപ്പറിന് 70 ഒക്കെ അച്ചീവ് ചെയ്യുമെങ്കിൽ ഫസ്റ്റ് റാങ്കോടെ വരേണ്ട ഒരു മാർക്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് PSc പഠിച്ചു തുടങ്ങുന്ന ഒരാളടുത്ത് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമേ കട്ട് ഓഫ് അങ്ങ് വിട്ടേക്കുക. 70 മാർക്കാണോ 80 മാർക്കാണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല. അത് PSCക്കും നിങ്ങളുടെ കൂടെ വരുന്ന കോമ്പറ്റീറ്റേഴ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു എക്സാമിന് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ജേർണിയിലോട്ട് വന്ന 2024 നവംബറിലാണെന്ന് തോന്നുന്നു ഞാൻ PK ലേണിങ്സിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ പഠിച്ചു തുടങ്ങുന്നത് 2025 ജനുവരി ആയി. കാരണം LSD സെക്രട്ടറിയുടെ മെയിൻസ് നവംബറിൽ കഴിഞ്ഞേ ഉള്ളൂ. അതിന് 2 ദിവസം മുന്നേ എന്തോ PKയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2025 ജനുവരിയിലാണ് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമേ നമുക്കിപ്പം ഫസ്റ്റ് ടൈം ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്തൊരു ക്ലാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി മലയാളം, മാത്സ്, ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പം തുടക്കത്തിൽ അത് തന്നെയാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. മലയാളം പണ്ട് മുതൽ എൻ്റെ ഒരു വീക്ക് സബ്ജക്റ്റ് ആയിരുന്നു, എസ്പെഷ്യലി കമ്മിങ് ടു എ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡ്. അപ്പോൾ മലയാളത്തിലെ പദശുദ്ധി, പദപരിചയം, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്തൊക്കെ ഭയങ്കര പാടായിരുന്നു എനിക്ക്.
പക്ഷേ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെയും പല പല ക്ലാസ്സുകളിലൂടെയൊക്കെ ടാക്കിൾ ചെയ്തിരുന്നു LD സമയത്ത് തന്നെ. അപ്പോൾ ഇവിടെ ഒരു ഫ്രഷ്നെസ് ഒന്നും ഇല്ലായിരുന്നു. ഓൾറെഡി ടാക്കിൾ ചെയ്ത ഫീൽഡ് തന്നെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമായിരുന്നു സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിന് വരുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് നന്നായിട്ട് ടാക്കിൾ ചെയ്തു. പിന്നീട് ഞാൻ ഫോക്കസ് ചെയ്തത് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെയുള്ള വലിയ സബ്ജക്റ്റുകളൊക്കെ പ്രിലിംസിന് മുന്നേ തന്നെ ക്ലാസ് കണ്ട് മാക്സിമം നോട്ട് ഉണ്ടാക്കി വെച്ചു. പലരും ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പ്രിലിംസിന് മാക്സിമം ഒഴിവാക്കാറുണ്ട്. കാരണം 50 മാർക്ക് മതി, 60 മാർക്ക് മതി എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, പ്രിലിംസിന് ശേഷം മെയിൻസിന് നമുക്ക് 2-3 മാസമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് കാണും, സയൻസ് എക്സ്ട്രാ കാണും. അപ്പോഴൊക്കെ ഹിസ്റ്ററി, ജോഗ്രഫി ക്ലാസ് കാണുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറ്റാവുന്നവർ പരമാവധി ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള വലിയ സബ്ജക്റ്റുകളൊക്കെ പ്രിലിംസിന് മുന്നേ തന്നെ ക്ലാസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കൂടി നോട്ട്സ് കയ്യിലുണ്ടാവുക. മെയിൻസ് എത്തുമ്പോൾ ക്ലാസ് കാണാം എന്നുള്ള നിലപാട് പലപ്പോഴും തെറ്റാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രിലിംസിന് മുമ്പ് തന്നെ ഒരുവിധം സിലബസ് നല്ലപോലെ അവരും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കവർ ചെയ്ത സിലബസിന്റെ റിവിഷൻ ആയിരുന്നു പിന്നീട് മെയിൻസിന്റെ സമയത്ത് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവും. 85% കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്ലൈൻഡ്ലി വിട്ട ടോപ്പിക്കുകളുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പഠിച്ചിട്ടില്ല. ഹിസ്റ്ററിയിൽ ഒരു മിഡീവൽ ഇന്ത്യ മറിച്ച് പോലും നോക്കിയിട്ടില്ല. പിന്നീട് സിവിക്സ് പഠിച്ചിട്ടില്ല. ബാക്കിയുള്ള സബ്ജക്ട്സ് നന്നായിട്ട് പഠിച്ചു, മാക്സിമം ടൈം റിവൈസ് ചെയ്തു. ഇത് തന്നെയായിരുന്നു സ്ട്രാറ്റജി. പിന്നെ സയൻസ് മെയിൻസിലേക്ക് വരുമ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ കൂടെ ഉണ്ടായിരുന്നു. അത് ഏരിയ ആയിരുന്നതുകൊണ്ട് അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. പ്ലസ് 1 ബയോളജി ഓൺലി 22 ചാപ്റ്റേഴ്സ് ഒക്കെ ഇന്ന് പഠിച്ചൊരു എക്സാം എഴുതിയത്. അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തോന്നി. എന്നിരുന്നാലും ഞാൻ അത്രയും ആഴത്തിൽ പഠിച്ചിട്ടുമില്ല. ജസ്റ്റ് ഒരു 10th ലെവൽ വരെയുള്ളൊരു ബയോളജി മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, പ്രിലിംസ് കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് അല്ലേ? അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഉറപ്പായിരുന്നു അഭിരാമിന് ഇത് ക്ലിയർ ചെയ്യും എന്നുള്ളത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നൊരു തെറ്റാണ്. അതായത് റിസൾട്ട് വരെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് മെയിൻസിന് പഠിക്കാൻ തുടങ്ങുന്നത്. അഭിരാമിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? അങ്ങനെ ചെയ്ത് തുടങ്ങുന്നത് തന്നെയായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ചിലർക്ക് അൺസർട്ടനിറ്റി ഉണ്ടാകും, അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ പ്രിലിംസ് പ്രിപ്പറേഷൻ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആവാത്തത് കൊണ്ടായിരിക്കും. ബട്ട് ലക്കിലി ഐ ഗോട്ട് സം ഗുഡ് മാർക്സ്, 70 above ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ വാസ് ഷുവർ. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഒരു അൺസർട്ടനിറ്റിയിലാണെങ്കിലും നിങ്ങൾ ഓൾറെഡി പഠിച്ച വിഷയങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇൻ കേസ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഏത് ഫേസ് ആയിരുന്നു പ്രിലിംസിൽ? സെക്കൻഡ് ഫേസ് ആയിരുന്നു. സെക്കൻഡ് ഫേസ് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള ഫേസ് ആയിരുന്നു എന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഫേസ് നോക്കിയപ്പോൾ കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഫേസ് പാടായിരുന്നു. സെക്കൻഡ് ഫേസ് ആണ് ലക്കിലി കിട്ടിയത്. ഓക്കെ. സോ സ്പെഷ്യൽ ടോപ്പിക് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് വന്നപ്പോൾ ഒരുവിധം സിലബസും കവേർഡ് ആയിരുന്നു. ഫസ്റ്റ് പേപ്പറിന്റെ സിലബസ് ഒരുവിധം കവേർഡ് ആയിരുന്നല്ലോ. പിന്നെ ഉള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. എന്തായിരുന്നു അതിനുള്ള സ്ട്രാറ്റജി? എന്തായിരുന്നു സ്ട്രാറ്റജി? വാസ് അവിടെ ഒരു പൊളിറ്റി, എക്കണോമി രണ്ടും കൂടെ തന്നെ ഏകദേശം ഒരു ഹാഫ് ഓഫ് ദ വെയിറ്റേജ് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊളിറ്റിയൊക്കെ നമ്മുടെ PK സാറ് ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കിത് ഭയങ്കര ഷുവറാണ്, നിങ്ങൾ പ്രിലിംസ് പാസ്സായി വന്നാൽ മതി, മെയിൻസ് നമ്മുടെ കയ്യിലുണ്ടെന്നൊക്കെ ഉള്ള ഭയങ്കര മോട്ടിവേഷൻ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോഴും സാറ് നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റി ആയിരുന്നില്ല ആദ്യമേ കവർ ചെയ്തത്. സാറ് ലക്ഷ്മികാന്തിലുള്ള ഓർഡറിൽ നമുക്ക് വേണ്ട കണ്ടന്റ് എല്ലാം ഓർഡർ വൈസ് സാറ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അല്ലാതെ പ്രിലിംസിൻ്റെ സിലബസ് മാത്രമായിരുന്നില്ല സാറ് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് മുന്നേ തന്നെ പൊളിറ്റി ഏകദേശം കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു 2-3 ടോപ്പിക്ക് മാത്രമാണ് സാറിന് എക്സ്ട്രാ എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം മെയിൻസിൻ്റെ 20 മാർക്സും കൂടെ പഠിച്ചിട്ടാണ് ഈ PK ലേണിങ്സിലെ സ്റ്റുഡൻസ് ഒരുവിധം എല്ലാവരും പ്രിലിംസിന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എക്കണോമിക്സ് നമ്മുടെ ഷഹീം ഷെരീഫ് സാറിൻ്റെ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമ്മുടെ 2 മോഡ്യൂൾസ് ഉണ്ട്, കേരള എക്കണോമി, കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. രണ്ടും 15-15 ഈച്ച് 30 മാർക്സ് ക്യാരി ചെയ്യുന്ന ടോപ്പിക്കാണ്. അപ്പം രണ്ടും സെപ്പറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വൈഡായിട്ട് തോന്നും. പക്ഷേ സാർ ഇത് രണ്ടും കൂടെ ചുരുക്കി ഭയങ്കര കൺസൈസ് ആയിട്ട് സാർ നോട്ട്സ് തന്നു. അതുകൊണ്ട് തന്നെ വളരെ റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഒരു ഒറ്റ സബ്ജക്റ്റ് പഠിക്കുന്ന ലാഘവത്തിൽ 2 മൊഡ്യൂൾസും മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യാൻ പറ്റി. അതിനകത്ത് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, ഡേറ്റ ഉണ്ടായിരുന്നു, കേരളത്തിലെ ക്രോപ്സ്, പെർസെൻറ്റേജ്, കേരളത്തിൻ്റെ എക്കണോമി. അപ്പോൾ അതൊക്കെ പല തവണ റിവൈസ് ചെയ്തുകൊണ്ടാണ് ആ നമ്പേഴ്സൊക്കെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ സാറിൻ്റെ അപ്രോച്ച് വളരെ മികച്ചതായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ പ്രിപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു ടാസ്ക് ആയിരുന്നു അങ്ങനെ. PK സാറിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, PK ലേണിങ്സിൻ്റെ പ്രിലിംസ് കംസ് മെയിൻസ് കോഴ്സ് അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട്. സോ അതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് PK ലേണിങ്സ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ സിലബസ് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു, ബട്ട് ടൈംലി കംപ്ലീഷൻ ഓഫ് സിലബസ്, പിന്നെ റിവിഷന് ഹെൽപ്പ് ചെയ്ത രീതി എന്തൊക്കെ രീതിയിലായിരുന്നു? നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഓഫ് കോഴ്സ് സിലബസ് കംപ്ലീഷൻ ഉണ്ട്, നമുക്ക് ഡേറ്റ ആൻഡ് കണ്ടൻറ്റ് നമുക്ക് ഒരുപാട് കിട്ടണം.
പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളെ കണ്ടന്റ് കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ, സിലബസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആകുന്നുണ്ടോ, ഈ ക്ലാസ് എപ്പോൾ തീരും എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുക എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ 2-3 ഇടത്തൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആ ഒരു ഫെസിലിറ്റി കണ്ടിട്ടില്ല. ഇവിടെ PK ലേണിംഗ്സിൽ സിലബസ് കംപ്ലീറ്റ് റിപ്പോർട്ട്സ് കറക്റ്റ് സമയത്ത് തരും, അപ്ഡേറ്റ് ചെയ്യും. ഏത് സാറായാലും നമ്മുടെ കണ്ടന്റ് ഇന്ന സമയത്തിനുള്ളിൽ തീരും എന്ന് ഓൾറെഡി നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സെൽഫായിട്ട് പഠിക്കുമ്പോഴും ഒരുപാട് സ്ട്രാറ്റജീസൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ സെഷൻസ് ആയാലും ഈച്ച് സെഷൻ വാസ് ലൈക്ക് എ മോട്ടിവേഷൻ. സാറിൻ്റെ ഓരോരോ സെഷൻ കാണുമ്പോഴും ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നതല്ലേ. ഓക്കെ, അപ്പോൾ പ്രിലിംസ് മെയിൻസിൻ്റെ ദിവസം എക്സാം ഡേ സ്ട്രാറ്റജി, നമുക്ക് 2 പേപ്പറാണല്ലോ, 100 മാർക്സ് ഈച്ച്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? അപ്പം എക്സാം ഡേ സ്ട്രാറ്റജികൾ ഉപരി എക്സാമിന് 2 വീക്സ് മുന്നേ ഞാനൊരു ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് എഴുതിയിരുന്നു. റിമൈനിങ് ഡേയ്സ്, റിമൈനിങ് ടോപ്പിക്സ്. അങ്ങനെ എഴുതി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സമയമില്ല എന്നുള്ളത്. നമ്മളൊരു 14 ദിവസമുണ്ട്, 2 ആഴ്ച ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ കയ്യിൽ അത്രത്തോളം കണ്ടന്റ് നമുക്ക് റിവൈസ് ചെയ്യാൻ കാണും. അപ്പോൾ ഒരു 14 ദിവസത്തെ ഡേറ്റ് എഴുതിയിട്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഭാവിയിൽ എക്സാം എഴുതുന്നവരടുത്താണ് പറയുന്നത്. നിങ്ങൾ സമയം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിമൈനിങ് ഡേയ്സ് എഴുതുക, റിമൈനിങ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഒന്ന് എഴുതി നോക്കുക. ദെൻ യു വിൽ നോ ദ ടൈം ഈസ് നോട്ട് ഇനഫ്. അപ്പോൾ 14 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ അങ്ങനെ എഴുതി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാനുള്ള സമയം എൻ്റെ കയ്യിലില്ല. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈം ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു എനിക്ക്. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്സ് മാക്സിമം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി. സാർ 2 ആഴ്ച ടൈം ഫ്രെയിമിൽ എഴുതി വെച്ച് റിവൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഏതിനായിരുന്നു കൂടുതൽ മുൻതൂക്കം കൊടുത്തത്? പേപ്പർ 1-നായിരുന്നോ 2-നായിരുന്നോ? പേപ്പർ 2-ൻ്റെ പ്രശ്നം നമുക്ക് കണ്ടന്റ് ഉണ്ട്, പക്ഷേ അതൊരു ന്യൂ ടോപ്പിക്കാണ്. അപ്പം അവിടെ ഒരു ലെവൽ ഓഫ് അൺസർട്ടനിറ്റി ഉണ്ട്. ഇത് ചോദിക്കോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പ്രീവിയസ് പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തത് എനിക്ക് കുറച്ചും കൂടെ സ്കോറബിൾ ആണെന്ന് എനിക്ക് തോന്നി പേപ്പർ 1-ആണ്. എന്നാലും ഒരു നിശ്ചിത സമയം പേപ്പർ 2-ന് ഞാൻ മാറ്റി വെച്ചിരുന്നു. പേപ്പർ 1 ഒരു ഡേ ഫുൾ പേപ്പർ 1 എന്നല്ല, പേപ്പർ 1 പഠിക്കും, ഒരു സ്പെസിഫിക് പാർട്ട് ഓഫ് ദ ഡേ ഫോർ ഗിവൻ ടു പേപ്പർ 2. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിലും പേപ്പർ 2-ൽ തന്നെ ഹൈ ഈൽഡിങ് മാർക്സ് ആയിട്ടുള്ള പൊളിറ്റിക്കും എക്കണോമിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് ഏതാണോ കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അത് നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കുക. ഒരു 5 മാർക്കിൻ്റെ ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമെടുത്ത് പഠിക്കേണ്ടി വരും. അത് വീണ്ടും വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് വീണ്ടും വീണ്ടും പുറത്തോട്ട് പോകാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ മാറൂ. നിങ്ങൾക്ക് 15-30 ഒക്കെ മാർക്ക് തരുന്ന ടോപ്പിക്സുകൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക, നല്ല ഡേറ്റാസ് എല്ലാം നല്ലപോലെ മനസ്സിൽ ഉറപ്പിക്കുക, എക്സാം കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യും. ഇനിയപ്പോൾ എക്സാം ഡേ സ്ട്രാറ്റജി, കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു പടി LSGD ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയ ഒരു പേപ്പറാണ് വന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഈസി ആയി പേപ്പർ എക്സാം ഹാളിൽ വെച്ച് തോന്നിയോ? അപ്പോൾ എന്തെങ്കിലും സ്ട്രാറ്റജി മാറ്റങ്ങൾ അവിടെ വെച്ച് വരുത്തിയോ? എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി പേപ്പർ. അപ്പം ഫസ്റ്റ് പേപ്പറിലോട്ട് വരുമ്പോൾ ഞാൻ ആദ്യമേ അപ്രോച്ച് ചെയ്തത് മാത്സാണ്. മാത്സ് ആദ്യം ചെയ്തു തന്നു, മലയാളം, ഇംഗ്ലീഷ്, എന്നിട്ടാണ് ഞാൻ GK പാർട്ടിലോട്ട് പോകുന്നത്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് സ്കോർ ചെയ്തപ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു 80-90% ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ മാത്സിൻ്റെ മലയാളത്തിൻ്റെ ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ തിരിച്ചു വന്നു, GK പോകുമ്പോഴും അത്യാവശ്യം നല്ല സ്കോറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തൊരു വഴി, ഞാനൊരു 70 മാർക്സ് എത്തിയപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടെ പുഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എക്സാം ഈസി ആവാൻ സാധ്യതയുണ്ട്, ഒരു നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്തു എന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാൻ എലിമിനേഷൻ വഴി ഒന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. 50-50 ഓപ്ഷൻസ് എടുത്തു. അങ്ങനെയാണ് ഫസ്റ്റ് പേപ്പറിന് ഒരു 76-ലോട്ടൊന്ന് എത്തിച്ചത്. 70 മാർക്സ് ആയിരുന്നു എൻ്റെ സേഫ് സ്കോർ. എനിക്ക് ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 70 ആയിരുന്നു. പിന്നെ ഒരു 6 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കിട്ടി. അതാണ് ഒരു 6 മാർക്ക് എക്സ്ട്രാ എനിക്ക് നേടിത്തത്. ഓക്കെ, സോ അറ്റംപ്റ്റ് ചെയ്ത 100% അക്യുറസിയിലാണ് പേപ്പർ 1 അറ്റംപ്റ്റ് ചെയ്തത്. അതെ, ഒന്നും തെറ്റിയിട്ടില്ല, നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് പേപ്പറിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് പേപ്പറിൽ എനിക്കൊരു 80 സ്കോർ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നെഗറ്റീവ്സ് വന്നു. അത് നമ്മൾ ദാറ്റ് വാസ് എ ചലഞ്ചിങ് ടോപ്പിക്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു തമ്മിൽ. അപ്പം ആ സമയത്ത് യൂട്യൂബ് വീഡിയോസ് ആയാലും ഒക്കെ അത് ഏത് വേണമെങ്കിലും ആൻസർ ആയിട്ട് വരാം, ആൻസർ കീ വരുമ്പോൾ ചേഞ്ച് ആവാം. പക്ഷേ ഞാനൊരു ഉത്തരത്തിലോട്ട് ചേഞ്ച് ആയില്ല. അങ്ങനെ 2-3 നെഗറ്റീവ്സ് അവിടെ വന്നു. ബട്ട് ഐ കുഡ് സ്കോർ 80. അറ്റംപ്റ്റ് എത്രയായിരുന്നു സെക്കൻഡ് പേപ്പറിൽ? 83. അത് ലൈക്ക് 84, 85. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എക്സാം ഡേ സ്ട്രാറ്റജി. എക്സാം ഡേ, അതെ. ഞാൻ എക്സാം ഡേ സ്ട്രാറ്റജി പറയുമ്പോൾ അന്ന് രാവിലെ ഞാൻ പേപ്പർ 2-ലെ സ്പെഷ്യൽ ടോപ്പിക്സിൽ പൊളിറ്റി ആൻഡ് എക്കണോമിയിലെ കുറച്ച് ഡേറ്റാസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അത് മാത്രം റിവൈസ് ചെയ്തിട്ടാണ് പോയത്. വേറെ എക്സ്ട്രാസ് ഒന്നും പഠിക്കാനായിട്ട് നിന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം റിസൾട്ട് വരുന്നു, വീണ്ടും ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ. ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ. ഇന്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിനുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു?
ആക്ച്വലി സെപ്റ്റംബർ 27 എക്സാം കഴിഞ്ഞതോടുകൂടി തന്നെ ഞാൻ ഏകദേശം പഠിത്തം അവസാനിപ്പിച്ചൊരു രീതിയിലായിരുന്നു. ഓക്കെ. പിന്നീട് ഒരു PK ഇൻ്റർവ്യൂവിൻ്റെ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെലിഗ്രാമിൽ സാറ് ക്ലാസ് ഇടുന്ന സമയത്താണ് ഞാൻ കണ്ടു തുടങ്ങിയത്. എന്നിട്ടും ഞാൻ കുറച്ച് നാളിങ്ങനെ ഒരു മടി പിടിച്ചൊരു ലൈനിലായിരുന്നു. ട്രാക്കിലോട്ട് വരാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. പക്ഷേ ടൈംലി എനിക്കത് സാറിൻ്റെ ക്ലാസ്സസ് ആയാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സാറിൻ്റെ ക്ലാസ്സസും സാറിൻ്റെ സജഷൻസും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂവിന് ഉപകാരപ്പെട്ടു. പക്ഷേ ഇൻ്റർവ്യൂ കുറച്ചധികം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. എൻ്റെ ഹോബി ക്രിക്കറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ ഗവേണൻസിൽ നിന്നായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് വന്നത്. അതിനുശേഷം ആ ഒരു പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ബോർഡ് വാസ് വെരി കോഡിയൽ ആൻഡ് ഐ ലെഫ്റ്റ്. ഓക്കെ. ഇൻ്റർവ്യൂവിന് മാക്സിമം കിട്ടി 22 മാർക്സ് ആയിരുന്നു മാക്സിമം മാർക്ക്. അത് നേടാൻ സാധിച്ചത് റാങ്ക് ഒരുപാട് ബൂസ്റ്റ് ചെയ്തു. ഓക്കെ. കാരണം എന്നെക്കാട്ടി മാർക്ക് റിട്ടേണിലുള്ളവർക്ക് പോലും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് പറഞ്ഞപ്പോൾ കുറച്ച് താഴോട്ട് അവർ പോയി. ഒരു 50 റേഞ്ചിലോട്ടൊക്കെ ചിലർ പോയതായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് 3 സ്റ്റേജ് എക്സാം ആണെങ്കിൽ അതിൻ്റെ 3 സ്റ്റേജും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 2 സ്റ്റേജ് നിങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് 3ാമത്തെ സ്റ്റേജ് യാതൊരു ഗ്യാരണ്ടി ഇല്ല. 2 സ്റ്റേജിലെ മാർക്ക് അവിടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ല. അപ്പോൾ നിങ്ങൾ 3 സ്റ്റേജിലെ എക്സാം ആണെങ്കിൽ 3 സ്റ്റേജിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പിന്നെ റിസൾട്ടിലേക്കായിരുന്നു. റിസൾട്ടിനുള്ള കാത്തിരിപ്പായിരുന്നു. എക്സ്പെക്ട് ചെയ്ത റാങ്ക് ആയിരുന്നോ അതോ ഒരു 50 റാങ്കിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ 32 എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഓക്കെ. റിസൾട്ട് ഡേയുടെ അന്ന് എന്തായിരുന്നു എക്സ്പീരിയൻസ്? ആ PDF തുറന്ന് പേര് കണ്ടു കഴിഞ്ഞപ്പോൾ 32nd റാങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ റിസൾട്ട് ഓൺലി 13th വരും എന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ റീസൺസ് കൊണ്ട് 16th ആയി. 16th രാവിലെ തൊട്ടേ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു ഉച്ചവരെ ആയിട്ടും ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ലുക്കിങ്. എന്നിട്ട് ഞാൻ വേറെ പരിപാടിക്കൊക്കെ പോയി. പിന്നെ 5 മണിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ച് പറയുന്നത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ PDF നോക്കാൻ പോയില്ല. അവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നൊരു ഇതുണ്ടല്ലോ, അത് ഒഴിവാക്കാനായിട്ട് ഞാൻ നേരെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ 32 എന്ന് കണ്ടു. എന്നിട്ടൊക്കെയാണ് റാങ്ക് ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തത്. ഇറ്റ് വാസ് സോ ഗുഡ്. ഒരു അച്ചീവ്മെൻറ്റിന് അപ്പുറം ഒരു റിലീഫായിരുന്നു. ഈ നമ്മളിട്ട എഫേർട്ടിനൊക്കെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ വി ആർ ഡൂയിങ് റൈറ്റ്. ആ ഒരു സെൻസ് ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇറ്റ് വാസ് സോ ഗുഡ്. കുറച്ച് പീസ്ഫുൾ ആയിരിക്കും. കുറച്ച് പീസ്ഫുൾ ആയിരുന്നു. അത് വീട്ടിൽ അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രംകാർക്കൊരു അഭിമാന നിമിഷം. അപ്പോൾ വീട്ടുകാർക്കെല്ലാം ഓൾറെഡി ദേ ആർ റെസ്പെക്ടിങ് ടു ബി എ ഗുഡ് റാങ്ക്. അതിൽ ഒരുപാട് സന്തോഷം. സോ ഇപ്പോൾ ലൈഫിൽ നല്ലൊരു മൊമെന്റിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന PSC ഉദ്യോഗാർത്ഥികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മൊമെന്റ്. യെസ്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് അഗൈൻ. ഓക്കെ. അപ്പോൾ എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പ്രിലിംസിനുള്ള പ്രിപ്പറേഷൻ, മെയിൻസിനുള്ള പ്രിപ്പറേഷൻ, ഇൻ്റർവ്യൂയുടെ എക്സ്പീരിയൻസ്. ആൻഡ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ബിലോ ആവറേജ് ആയിട്ട് നമുക്ക് തന്നെ നമ്മളെ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ ചില സബ്ജക്ട്സ് തോന്നുമല്ലോ, അതിനെ എങ്ങനെയാണ് ഒരു ആവറേജ് ലെവലിലേക്കെങ്കിലും കൊണ്ടുവന്നെങ്കിലും? ചില സബ്ജക്ട്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജി, സിവിക്സ് ഒക്കെ. എങ്കിലും ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടാവില്ലേ നമ്മളത് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ? എന്നാൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഞാൻ പ്രിലിംസിന് മാത്രമാണ് ബ്ലൈൻഡായിട്ട് സബ്ജക്റ്റ് ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. സയൻസ് ആൻഡ് ടെക്നോളജി എനിക്ക് പഠിക്കാൻ സാധിക്കാനായിട്ട് ഒഴിവാക്കിയതല്ല, ബട്ട് ഇറ്റ് വാസ് നോട്ട് നെസസറി എന്ന് എനിക്ക് തോന്നി. അതുപോലെ സിവിക്സും ആ സമയക്കുറവ് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയക്കുറവ് മൂലം നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഒഴിവാക്കണമെങ്കിൽ ഒരു നല്ലൊരു ഐഡിയയിൽ വേണം ഒഴിവാക്കാൻ. അല്ലാതെ നേരെ കയറി പൊളിറ്റിയോ എക്കണോമിക്സോ ഒഴിവാക്കി കളയരുത്. കാരണം നിങ്ങൾക്ക് അവിടെ ബ്ലൈൻഡായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ മിഡീവൽ ഹിസ്റ്ററി നിങ്ങൾക്ക് ഒഴിവാക്കാം. കാരണം അവിടെ ക്വസ്റ്റ്യൻസ് വരുമെങ്കിൽ പോലും മെയിൻസിന് ആ ടോപ്പിക്ക് അവിടെ ഇല്ല. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും കോമൺ ആയിട്ടുള്ള ഏരിയാസ് വിട്ട് കളയരുത്. പ്രിലിംസിന് മാത്രമായിട്ടുള്ള ഏരിയാസ് വേണമെങ്കിൽ പ്രിലിംസിന് നിങ്ങൾക്ക് ഒഴിവാക്കി പഠിക്കാം. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് മെയിൻസിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻസിന് വരുമ്പോൾ നമുക്ക് 65 മാർക്കോ 70 മാർക്കോ വാങ്ങിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് ഒരു 10% വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾക്ക് സിലബസ് ഡീസൻ്റായിട്ട് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഈസി ആയിട്ട് ഓരോന്ന് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് മലയാളം നല്ല പാടായിരുന്നു ആദ്യം. PSCയിലോട്ട് ഇറങ്ങണോ വേണ്ടയോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചിരുന്നത് മലയാളം ഉള്ളത് കൊണ്ടാണ്. 10 മാർക്ക് മലയാളമുണ്ട്, എനിക്കൊന്നും അറിയില്ല മലയാളത്തെപ്പറ്റി. നമ്മൾ സംസാരിക്കാൻ അറിയാവുന്നേ ഉള്ളൂ, അല്ലാതെ ഗ്രാമറോ അതിൻ്റെ വ്യാകരണമോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി. അതിലെന്നെ ഒരുപാട് സഹായിച്ചത് മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നൊരു ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാൻ ഒന്ന് മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വീക്കായുള്ള സബ്ജക്റ്റിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് യൂട്യൂബിൽ കിട്ടും, ടെലിഗ്രാമിൽ കിട്ടും, ഈവൻ ChatGPT നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല മെത്തേഡ്സിൽ യൂസ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞതുപോലെ ബിലോ ആവറേജ് ഉള്ള സബ്ജക്റ്റ് ഒരു ആവറേജിലോട്ടെങ്കിലും പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഒരുപാട് അത് യൂസ് ആവും.
സോ വളരെ സ്ട്രാറ്റജിക് ആയ ഒരു അപ്രോച്ചാണ് അഭിരാമോട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്, ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ പ്രിലിംസിലാണെങ്കിൽ നിങ്ങൾക്ക് അത്ര പറ്റില്ലാത്ത അല്ലെങ്കിൽ സമയപരിമിതി മൂലം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലാത്ത ടോപ്പിക്സിനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്, എന്നിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എടുക്കാവുന്നതാണ്. ആൻഡ് മെയിൻസിന് മാക്സിമം സിലബസ് കവർ ചെയ്ത് തന്നെയാണ് അഭിരാം പഠിച്ചിട്ടുള്ളത്. അതിലും ലാസ്റ്റ് 2 വീക്സിലും റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നും അഭിരാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജേർണിയിൽ ഹെൽപ്പ് ചെയ്ത് ആർക്കെങ്കിലും പറയാനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. നമ്മളൊരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് മാത്രമായിട്ടുള്ളൊരു നേട്ടമാവില്ല ഇത്. എപ്പോഴും ചുറ്റും കൂടെ ഉള്ളവർക്കും ഒക്കെ അവകാശപ്പെട്ട നേട്ടമാണ്. അതിലിപ്പോൾ എൻ്റെ വീട്ടുകാരുണ്ട്, അവരെ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഞാൻ MSc കെമിസ്ട്രി അത്യാവശ്യം നല്ല മാർക്കിൽ പാസ്സായ ആളാണ്, അപ്പോൾ എന്താണ് കെമിസ്ട്രി ഫീൽഡിലൊരു ജോലി നോക്കിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊന്നും അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. കുറച്ചും കൂടെ പ്രൈവറ്റ് ഫീൽഡിൽ നോക്കിക്കൂടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് ജോലി കിട്ടുന്ന രീതിയിൽ നോക്കിക്കൂടെ എന്നൊന്നും അതിൻ്റെ ചോദിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് ആവശ്യമുള്ളത്, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ 100% അവരെനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. ഫിനാൻഷ്യലി ആയാലും ഇമോഷണലി ആയാലും ഒക്കെ എൻ്റെ അച്ഛൻ, അമ്മാമ്മ, മാമൻ, മാമി, അച്ഛൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഐ ഹാവ് എ ഗുഡ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അവർ കൂടെ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. നമ്മളിപ്പോൾ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യപ്പെടുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അത്രയും നാളും ഒരാൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ മാറി നിന്ന് PSC പഠിക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു മാനസികപരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലോട്ടൊന്നും എൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്നെ വിട്ടിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ദേ ആൾസോ ഡിസർവിങ് ദ അപ്ലോസ് ഹിയർ. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരം നടന്നു. ഇതിൽ അവസാനിപ്പിക്കുകയാണോ ഈ ജേണി, അതോ ഇനി പുതിയ ആംബിഷൻസ്? ഇതിൽ അവസാനിപ്പിക്കുകയല്ല. എല്ലാ ഉദ്യോഗാർത്ഥികളെയും പോലെ UPSCയുടെ സിവിൽ സർവീസ് എക്സാം എഴുതിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആംബിഷൻ. പക്ഷേ അത് തുടക്കത്തിൽ അതിലോട്ട് ഡയറക്റ്റായിട്ട് ഇറങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കണം. ഞാൻ ആദ്യം PSC ട്രൈ ചെയ്തു, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. മേ ബി ഐ വിൽ ഡു ദാറ്റ്. യു വിൽ ഡു ദാറ്റ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. ആൻഡ് നമ്മുടെ ഉദ്യോഗാർത്ഥികളോടായി ഒരു അഡ്വൈസ് പറയാനാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അഡ്വൈസ് പറയാനായിട്ട് സാധിക്കില്ല. ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാവുന്ന റിസോഴ്സസ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു സബ്ജക്റ്റിന് 1 കൂടുതലോ 2 കൂടുതലോ റിസോഴ്സുകൾ എടുത്ത് പഠിക്കരുത്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ മാത്രമേ പഠിക്കാവൂ. തുടക്കത്തിൻ്റെ ഒരു ആവേശത്തിൽ ബ്ലൈൻഡായിട്ട് ഒരു സബ്ജക്റ്റും ആഴത്തിൽ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആലോചിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 ദിവസം ഞാൻ എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സമയമില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഒരു കണ്ടൻറ്റ് പഠിക്കാനായിട്ട് എടുക്കാൻ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള വഴിയിൽ പ്രിലിംസിന് മാത്രമായിട്ടുള്ള ടോപ്പിക്കുകളിൽ കൂടുതൽ സമയം സ്റ്റക്കായി നിൽക്കരുത്. ആൻഡ് ജസ്റ്റ് യൂസ് യുവർ ടൈം ജുഡീഷ്യസ്ലി ആൻഡ് വൈസ്ലി. താങ്ക് യു സോ മച്ച് അഭിരാം. അപ്പോൾ ഏറ്റവും നല്ല അഡ്വൈസാണ് ഇപ്പോൾ അഭിരാം PSC ആസ്പിറൻസിനായിട്ട് തന്നിട്ടുള്ളത്. ആൻഡ് അഭിരാമിൻ്റെ ജേർണി ഓഫ് കോഴ്സ് ഇൻസ്പിറേഷനാണ്. 2023 തൻ്റെ പഠനം പൂർത്തിയാക്കി അഭിരാം PSC ഫീൽഡിലേക്ക് ഇറങ്ങുന്നതും LDC റാങ്ക് ലിസ്റ്റിലും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലെ 32nd റാങ്ക് ഹോൾഡറായിട്ട് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അഭിരാം ഇവിടെ ഈ ജേർണി അവസാനിപ്പിക്കുന്നില്ല, തുടർന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ PK ലേണിംഗ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ടൈംലി സിലബസ് കംപ്ലീഷൻ, നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്, റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ് അഭിരാം പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങളെയും PK ലേണിംഗ്സിന് പല കോഴ്സുകളിൽ നിങ്ങളുടെ സ്വപ്ന റാങ്ക്, നിങ്ങളുടെ സ്വപ്ന ജോലി കരസ്ഥമാക്കാനായിട്ട് PK ലേണിംഗ്സിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സോ ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ച് നമുക്ക് വേണ്ട എല്ലാവിധ ഗൈഡൻസും തൻ്റെ ജേർണിയിൽ നിന്ന് ഇൻസ്പിറേഷനായി അഭിരാം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അടുത്ത സക്സസ് സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.